ഭാരതാംബ വിഷയത്തിൽ വിവാദം കനക്കുകയാണ്. കഴിഞ്ഞ ദിവസം കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ സ്വകാര്യ ചടങ്ങിൽ വിവാദ ചിത്രം വെച്ചതാണ് പിന്നീട് വീണ്ടും തർക്കത്തിന് കാരണമായത്. SFI പ്രതിഷേധത്തിന് പിന്നാലെ കടുത്ത ഭാഷയിലായിരുന്നു ഗവർണറുടെ വിമർശനം. ഏറ്റുമുട്ടലിനില്ല എന്ന് താൻ പറഞ്ഞതിനർത്ഥം എല്ലാം ഒത്തുതീർപ്പായി എന്നതല്ല എന്നായിരുന്നു ഗവർണറുടെ വാക്കുകൾ. അതേസമയം ചിത്രം വെച്ചതിൽ പ്രതിഷേധിച്ച പ്രവർത്തകരെ RSSകാർ കയ്യേറ്റം ചെയ്തു എന്നാരോപിച്ച് KSU ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. സർക്കാർ പരിപാടികളിൽ ചിത്രം ഒഴിവാക്കാൻ മുഖ്യമന്ത്രി ഗവർണർക്ക് കത്ത് നൽകും. മന്ത്രിസഭാ യോഗമാണ് മുഖ്യമന്ത്രി ഇക്കാര്യം ചുമതലപ്പെടുത്തിയത്. ഗവർണറും കടുത്ത അതൃപ്തിയിലാണ്. വിവരങ്ങളുമായി VV അരുൺ ഒരിക്കൽ കൂടി തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, മലയാളത്തിൽ ഒരു പറച്ചിലുണ്ട്, എടുത്തതിലും വലുതാണ് പിടിച്ചത് എന്നൊക്കെ പറയാറുണ്ട് സാധാരണ നാടൻ മൊഴിയിൽ. അതുപോലെ ഒരുപക്ഷെ ആരിഫ് മുഹമ്മദ് ഖാനുമായി ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളാണോ ഉണ്ടായിരുന്നത് അതിലും കൂടിയ തരത്തിലേക്ക് ഈ പ്രശ്നങ്ങൾ പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നലെ സെനറ്റ് ഹാളിൽ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ടുണ്ടായ നാടകീയത മണിക്കൂറുകളോളം നീണ്ടു. അവിടെ കൂട്ടത്തല്ലുണ്ടാവുന്ന ഒരു സാഹചര്യമുണ്ടായി. പരിപാടി മാറ്റിവെക്കാൻ നിർദ്ദേശിച്ചിട്ടും ആ പരിപാടിയിൽ താൻ പങ്കെടുക്കും എന്ന ഉറച്ച തീരുമാനവുമായി ഗവർണർ വരുന്നു. പ്രതിഷേധങ്ങൾക്കിടെ പങ്കെടുത്തു പോകുന്നു. അങ്ങനെ ഈ വിഷയത്തിൽ അങ്ങനെ ഒരു വിട്ടുവീഴ്ചയ്ക്കൊന്നും ഇല്ല എന്ന് തന്നെ ഉറക്കെ പ്രഖ്യാപിക്കുകയായിരുന്നു ഇന്നലെ ഗവർണർ ചെയ്തത്. ഈ തർക്കം ഇനിയിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? സർക്കാർ ഇക്കാര്യം ഔദ്യോഗികമായി ഗവർണറെ അറിയിക്കാൻ തീരുമാനിച്ചാൽ പിന്നീട് എന്തൊക്കെയാണ് വരാനുള്ളത്? ശ്രീജ, ചർച്ചയ്ക്കുള്ള വഴി ഇന്നലെ ഗവർണർ തുറന്നിട്ടു. അതായത് സർക്കാരിന് തന്നോട് എന്തും പറയാം, ചർച്ചയ്ക്ക് തയ്യാറാണ്. പക്ഷേ അവിടെ അദ്ദേഹം നിലപാട് പ്രഖ്യാപിച്ചത് താൻ കേരളത്തിലേക്ക് വരുമ്പോൾ ഏറ്റുമുട്ടലിനില്ല, സമവായമാണ് തന്റെ വഴിയെന്ന് വ്യക്തമാക്കിയാണ് വന്നത്. പക്ഷേ അങ്ങനെ ഏറ്റുമുട്ടലില്ലെന്ന് പറയുന്നത് ഒരു കോംപ്രമൈസായി, ഒത്തുതീർപ്പായി കരുതരുത്. തന്റെ നിലപാടുകളിൽ, ആശയങ്ങളിൽ താൻ തുടരും, അതിൽ നിന്ന് ഒരു കോംപ്രമൈസും ഉണ്ടാകില്ല എന്ന് വ്യക്തമായ മുന്നറിയിപ്പ് സർക്കാരിന് ഗവർണർ നൽകുകയാണ്. ഇന്നലെ ഗവർണർക്കെതിരെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. ഗവർണർക്കെതിരെ ആയിരുന്നില്ല പ്രതിഷേധം, അക്ഷരാർത്ഥത്തിൽ ശരിക്കും ഗവർണർക്കെതിരെ ആയിരുന്നില്ല. പകരം അവിടെ സെനറ്റ് ഹാളിൽ ഒരു മതചിഹ്നങ്ങൾ പ്രദർശിപ്പിക്കരുതെന്ന രജിസ്ട്രാറുടെ നിർദ്ദേശം മറികടന്നുകൊണ്ട് കാവിക്കൊടി പിടിച്ച ഭാരതാംബയുടെ ചിത്രം അവിടെ പുഷ്പാർച്ചനയൊക്കെ വച്ചതാണ് സംഘർഷത്തിന് കാരണമായത്. SFIയും KSUവും പ്രതിഷേധിച്ചു. SFIയും പോലീസുമായി സംഘർഷമുണ്ടായി, ബലപ്രയോഗമുണ്ടായി. KSU പ്രവർത്തകരെ BJP പ്രവർത്തകർ, ഹാളിലുണ്ടായിരുന്ന BJP സംഘപരിവാർ പ്രവർത്തകർ വളഞ്ഞിട്ട് മർദ്ദിക്കുന്ന അവസ്ഥയുണ്ടായി. വലിയ സംഘർഷാവസ്ഥയിലേക്ക് ഗവർണർ അവിടെ വന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം സാധാരണഗതി ഇത്തരം സംഘർഷാത്മകമായ സാഹചര്യങ്ങളിൽ ഗവർണർ പോലെയുള്ള VVIPകൾ വരുന്നത് സാധാരണ പോലീസ് വിലക്കാറുണ്ട്. പക്ഷേ അതെല്ലാം മറികടന്നുകൊണ്ട് ഗവർണർ ഇതിലെ പരിപാടിയിൽ പങ്കെടുത്തു. അദ്ദേഹം ഇക്കാര്യങ്ങൾ അടിയന്തരാവസ്ഥ 50ാം വാർഷികമായിരുന്നു അവിടെ സെമിനാർ, പുസ്തക പ്രകാശനവും ആ വിഷയം സംസാരിച്ചുകൊണ്ട് ഇതും ഒരു അടിയന്തരാവസ്ഥയാണെന്ന് ചോദിച്ചിരുന്നു ഗവർണർ. അതായത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് തടസ്സപ്പെടുന്നതും അടിയന്തരാവസ്ഥയല്ലേ? ഇന്ദിരാഗാന്ധിയുടെ സ്വാതന്ത്ര്യമാണോ ഇവിടെ ഉള്ളത്, അല്ലെങ്കിൽ യഥാർത്ഥ സ്വാതന്ത്ര്യമാണോ ചോദ്യം? കടുത്ത ചോദ്യം തന്നെ ഗവർണർ മുന്നോട്ട് വച്ചിരുന്നു. തന്റെ നിലപാടുകൾ പിന്നോട്ട് പോകില്ല, പക്ഷേ സർക്കാരിന് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാൻ തയ്യാറാണെന്നും ഗവർണർ പറഞ്ഞു. സർക്കാർ വൈകാതെ ഗവർണർക്ക് കത്ത് നൽകും. സർക്കാരിന്റെ നിലപാട് അറിയിച്ചുകൊണ്ട് ഭാരതാംബ വിവാദത്തിൽ സർക്കാർ പരിപാടികളിൽ ഏതെല്ലാം ചിഹ്നങ്ങൾ ഉപയോഗിക്കാനുള്ള അധികാരം സർക്കാരിനുണ്ട്, മറ്റാർക്കെങ്കിലും ഉണ്ടെന്ന് വ്യക്തമാക്കുന്ന കത്ത് വൈകാതെ ഗവർണർക്ക് സർക്കാർ നൽകും. അക്ഷരാർത്ഥത്തിൽ സർക്കാർ ഗവർണർ പോലെ മറ്റു തലത്തിലേക്ക് കടക്കുകയാണ്. RSS പിന്നീട് രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ RSSനെ പഠിച്ച് RSS ആശയങ്ങളെ സ്വീകരിച്ച ആയിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. പക്ഷേ അടിമുടി RSSകാരനായ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സർക്കാരിനെ ഏതെല്ലാം തരത്തിൽ പ്രതിരോധത്തിലാക്കാൻ പോകുന്നു, എങ്ങനെയെല്ലാം അദ്ദേഹമായുള്ള ഏറ്റുമുട്ടൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ പ്രതിഫലിക്കുമെന്നൊക്കെ വരും ദിവസങ്ങൾ മറുപടി പറയും. ഏതായാലും അത്ര സുഖകരമായ ഒരു ബന്ധമായിരിക്കില്ല ഇനി രാജ്ഭവനും കേരള സെക്രട്ടേറിയറ്റ് തമ്മിൽ ഉണ്ടാവുക എന്നുള്ളത് വ്യക്തമാവുകയാണ്. ഓരോ ദിവസവും വിവാദങ്ങൾ പുതിയ തലത്തിലേക്ക് മാറുകയാണ്. അരുൺ, ഇന്നിപ്പോൾ KSU ആണ് വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഗവർണറെ ചുവപ്പ് പരവതാനി വിരിച്ച് സ്വീകരിച്ച സർക്കാരിനെ കോൺഗ്രസ് വിമർശിക്കുന്നുണ്ടായിരുന്നു. ഈ വിഷയത്തിൽ ഇപ്പോൾ കോൺഗ്രസിന്റെ നിലപാട് എന്താണ്? ഇവർ തമ്മിൽ തല്ലുകയാണെങ്കിൽ അങ്ങ് തല്ല് നടക്കട്ടെ, അങ്ങനെ ഒരു നിലപാടിലാണോ കോൺഗ്രസ് ഉള്ളത്? അങ്ങനെ കരുതാൻ വയ്യ. ഭാരതാംബ വിഷയത്തിൽ കോൺഗ്രസും ശക്തമായ വിമർശനം ഗവർണർക്കെതിരെ ഉന്നയിച്ചിട്ടുണ്ട്. ഇന്നലെയും KSUവിന്റെ പ്രവർത്തകർ ഈ പരിപാടി നടക്കുന്ന സെനറ്റ് ഹാളിൽ
സെല്ലിലേക്ക് കടന്നു കയറി പ്രതിഷേധിച്ചു. 5-6 പ്രവർത്തകർ മാത്രമാണ് വലിയ ക്രൂരമായ മർദ്ദനം അവർക്ക് നേരിടേണ്ടി വന്നു. BJP സംഘപരിവാർ പ്രവർത്തകർ KSU പ്രവർത്തകരെ വളഞ്ഞിട്ട് തല്ലി എന്നുള്ളതാണ് വസ്തുത. അവിടെ നിന്ന് പോലീസ് അവരെ കസ്റ്റഡിയിലെടുത്ത് പുറത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അവിടെ KSU പ്രവർത്തകർക്ക് മാത്രമല്ല, ഒരു മാധ്യമ പ്രവർത്തകന്, മാധ്യമ സംഘത്തിനൊപ്പം ഉണ്ടായിരുന്ന മീഡിയ വണ്ണിന്റെ ഒരു ജീവനക്കാരൻ ക്രൂരമർദ്ദനം AB പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായ ശരിക്കും ഒരു സംഘടിതമായി തന്നെ അവിടെ BJP പ്രവർത്തകർ അതിനുള്ളിൽ ഉണ്ടായിരുന്നു. അവിടേക്കാണ് KSU പ്രതിഷേധവുമായി എത്തിയത്. ആ മർദ്ദനത്തിൽ പ്രതിഷേധിച്ചാണ് ഇന്ന് KSUവിന്റെ വിദ്യാഭ്യാസ ബന്ദ്. കടുത്ത വിമർശനം നേരത്തെ ഈ വിഷയത്തിൽ, ഭാരതാംബ വിഷയത്തിൽ ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അടക്കമുള്ളവർ ഗവർണർക്കെതിരെ ഉന്നയിച്ചിരുന്നു. ഗവർണർ തിരിച്ചു വിളിക്കണമെന്ന്, നടപടിയെടുക്കണമെന്ന് രാഷ്ട്രപതിയോട് KC വേണുഗോപാൽ ആവശ്യപ്പെട്ടിരുന്നു. ഈ വിഷയത്തിൽ ഏതായാലും ഇടതുമുന്നണിയും UDF-ഉം ഒറ്റക്കെട്ടാണ് ഗവർണർക്കെതിരെ. ഗവർണറുടെ ഈ ഭാരതാംബ വിഷയ നീക്കങ്ങൾക്ക് ഇടതുമുന്നണിയും അതുപോലെ തന്നെ UDF-ഉം ശക്തമായ വിമർശനമാണ് ഒരുപോലെ ഗവർണർക്കെതിരെ ഉന്നയിക്കുന്നത്. ശരി, VB അരുണാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്.